നമുക്ക് നല്ല അടിപൊളി ഒരു ചീനി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ചീനി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ പറയാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 സവാള അരിഞ്ഞ് മാറ്റി വെക്കുക. സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞ് മാറ്റി വെക്കുക. എന്നിട്ട് അത് നമ്മൾ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്തിട്ടൊന്ന് വറുത്തെടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കുക. അതിലേക്ക് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടുക. എന്നിട്ട് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരണം. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ചിക്കൻ ഇടുക. ചിക്കൻ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് നേരം തീയിലിട്ട് വേവിക്കണം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വേവിക്കണം. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർക്കാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. നമ്മൾ കല്ലിലിട്ടാണ് ചതയ്ക്കുന്നത്. അതും കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ മുളക് പൊടി മല്ലിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിലേക്ക് ചിക്കൻ മസാല കൂടെ ചേർക്കുക. ചിക്കൻ മസാല എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന വരെ മിക്സ് ചെയ്യുക. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുക. എന്നിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. എന്നിട്ട് അതിലേക്ക് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഈസി ആൻഡ് ടേസ്റ്റിയാണ്. നാടൻ റെസിപ്പിയാണ്. ഇത് ഞാൻ ചീനിയുടെ കൂടാണ് കഴിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ വായിൽ കൊതി ഊറും. സോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.